ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീരാമചന്ദ്രായ നമോ നമഃ. ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമാ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഈശനാത്മാ വിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും. എല്ലാം ഞാൻ തന്നെ ഇപ്പാരിൽ നാശമില്ലാത്തതായി സദാ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമഃ. രാമായണം വാൽമീകി എഴുതിയത്. കഥ പറഞ്ഞു വരുന്നു. എല്ലാവരും ശ്രവിക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. കേട്ടത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം എന്നും പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാണ്ഡം അയോധ്യാകാന്ഡം. അതിൽ 3 ഭാഗം നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി ചതുർത്ഥ സ്കന്ധം പറയുകയാണ്. ഇപ്പോൾ ശാസനാധികാര്യങ്ങളെ ക്ഷാത്രധർമ്മ വിധിക്കനുസരിച്ച് എപ്രകാരത്തിലൊക്കെയാണോ ഒരു രാജാവ് ചെയ്യേണ്ടത്, ചക്രവർത്തി ചെയ്യേണ്ടത്, അതെല്ലാം ചെയ്യാൻ അർഹതയുള്ള, യോഗ്യതയുള്ള, കഴിവുള്ള, അതിനൊരു സമർപ്പണ ബോധമുള്ള അങ്ങനെയുള്ളൊരു ശ്രീരാമനെയാണ് എല്ലാവരും കണ്ടത് എന്ന് വസിഷ്ഠനും ദശരഥ മഹാരാജാവിനും മനസ്സിലായി. അതാണ് ഇപ്പം കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ചത്. അതാണ് ഇങ്ങനെ പൗരന്മാർ ഉൾപ്പെടെ എല്ലാവരും ഇതേപോലെ കാര്യം ശ്രീരാമനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വിഷമമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇങ്ങനെ ഇതിൽ കൊടുത്തതാവാനാണ് സാധ്യത. കാരണം ശ്രീരാമൻ എല്ലാവർക്കും അറിയാവുന്ന ശ്രീരാമൻ. രാമനെ ശ്രീ കൂട്ടാതെ കണ്ട് പറയാൻ പാടില്ല എന്നുകൂടി നിയമമുണ്ട്. പരശുരാമനെ പരശു കൂട്ടിയിട്ടാണ് പറയേണ്ടത്. ബലരാമനെ ബലം അത് കൂട്ടിയിട്ടാണ് പറയേണ്ടത്. ശ്രീരാമനെ ശ്രീ കൂട്ടിയിട്ടാണ് പറയേണ്ടത്. 3 രാമന്മാർ തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. അവതാരങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രജകളും മഹാഋഷികളും അച്ഛനും മനസ്സിലാക്കിയത്. അച്ഛൻ ഗുരുസ്ഥാനത്താണ്. അവിടെ പിതാവ് എന്നുള്ള നിലയ്ക്ക് ജനകൻ അല്ലെങ്കിൽ ജനിപ്പിച്ചയാളെന്നുള്ള നിലയ്ക്കല്ല. അപ്പോൾ അത്രയും പ്രാധാന്യം നമ്മൾ ഓരോന്നിനും അതിൻ്റെ അങ്ങനെ എടുത്താൽ മാത്രമേ ശരിക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനെ പൗരന്മാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരൊക്കെ പോയി. പിന്നെ മന്ത്രിമാരോട് കൂടിയിട്ട് ഈ ദശരഥ രാജാവ് കൂടി ആലോചിച്ചു. ഇപ്പം നാളെയാണ് പോയ നക്ഷത്രം. അപ്പോൾ ഈ താമരക്കണ്ണനായിട്ടുള്ള എൻ്റെ പുത്രൻ രാമനെ നാളെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് ദശരഥൻ മഹാരാജാവ് രാമനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് സുമന്ത്രനോട് കൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് എന്തെങ്കിലുമൊക്കെ ചില തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടായിച്ചാലോ, ഇത് ആജ്ഞയാണ് എന്ന് നിലയ്ക്കാം. അപ്പോൾ നിർബന്ധമായിട്ടും വരണം. അതിനും ചില കാരണങ്ങളുണ്ടാവണ്ട. ഒന്ന് വരൂ കേട്ടോ എന്ന് പറഞ്ഞാൽ വന്നാൽ മതി, അത്രയേ വേണ്ടൂ. അത് ഇപ്പം തന്നെ വരണം എന്നുള്ള നിലയ്ക്ക് ഒരു ആജ്ഞ പോലെ കൊടുക്കുമ്പോൾ മറ്റ് തടസ്സങ്ങളൊക്കെ മാറ്റിവെച്ച് വരണം എന്നതാണ്. സീതയും രാമനും കൂടിയിട്ടാണ് ഇപ്പോൾ അവിടെ ഈ സാകേതത്തിൽ താമസിക്കുന്നത്. കോസലം എന്ന രാജ്യം, അയോധ്യ എന്ന തലസ്ഥാനം, സാകേതം എന്നത് ശ്രീരാമൻ വസിക്കുന്നതായിട്ടുള്ള സ്ഥലം, വീട് എന്നർത്ഥം, കൊട്ടാരം. സാന്താനികം എന്നത്
ശ്രീരാമൻ്റെ ലോകം, ധാമം, അത് വൈകുണ്ഠമാണ്. അപ്പോൾ അവിടെ നിന്ന് വേഗം കൂട്ടിക്കൊണ്ടുവരൂ എന്ന് കൽപ്പന കേട്ടു. അപ്പോൾ രാമനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാകേതത്തിലേക്ക് പോയി. ദ്വാരപാലന്മാർ അവിടെ രാമൻ വന്നിരിക്കുന്നു എന്നുള്ളത്, ഈ രാമനെ എന്തോ ഒരാവശ്യത്തിന് കാണാൻ വേണ്ടിയിട്ട് സൂതൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേഗം തന്നെ സൂതനെ കണ്ടിട്ട് പറഞ്ഞു, എന്തിനാണ് പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്, എന്താ കാര്യം, ഒന്നും മറച്ചു വയ്ക്കാതെ കണ്ട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം മഹാരാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇതിനെപ്പറ്റി വേണ്ടത് എന്ത് വെച്ചാൽ ഈ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, അത് അങ്ങ് അവിടെ ചെന്നിട്ട് അറിയണം. അപ്പോൾ സൂതൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാരാജാവ് എന്തോ അത്യാവശ്യത്തിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ രാമൻ അവിടെ വിളംബം ഉണ്ടായില്ല, കാലതാമസം ഉണ്ടായില്ല, അപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ രാമൻ വന്നു എന്നുള്ളത് ദശരഥൻ അറിഞ്ഞു, വിളിപ്പിച്ചു അകത്തേക്ക്. ഒക്കെ ചടങ്ങുകളുണ്ട്, മകനാതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു, ബഹുമാനത്തോട് കൂടിയിട്ട് പലതുമുണ്ട്, കാണുക, തൊഴുക, പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക, കാല് പിടിക്കുക, അനുവാദം വാങ്ങുക, കുശലം പറയുക. കുശലം എന്ന് വെച്ചാൽ അച്ഛനും മകനും തമ്മിലുള്ള കുശലം വേറെയാണ്, സുഹൃത്തുക്കൾ തമ്മിലുള്ള കുശലം വേറെയാണ്. വിനീതഭാവം, അച്ഛനെ ഗുരുവായിട്ട് കാണണം, ഈശ്വരനായിട്ട് കാണണം, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ രാമൻ വേണ്ട രീതിയിൽ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ആ നമസ്കരിച്ച് കിടക്കുന്ന രാമനെ എഴുന്നേൽപ്പിച്ചിട്ട്, രണ്ട് കൈ കൊണ്ടും എഴുന്നേൽപ്പിച്ചിട്ട് മാറോടണച്ചു, ആലിംഗനം ചെയ്തു. അങ്ങനെ ദശരഥൻ മകനെ വിളിച്ച് പറയുകയാണ്, രാമ, ഞാൻ കുറച്ച് വയസ്സനായിരുന്നു, എനിക്കിനി പഴയ പോലെ ഇച്ഛിച്ച പോലെ ഭോഗങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അതാണ്, എനിക്ക് വയസ്സായിരിക്കുന്നു, അതുകൊണ്ട് രാജ്യഭാരം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങ് രാജാവാവണമെന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ സാങ്കോപാംഗങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം യാഗം ചെയ്ത് എത്രയോ ദാനാദികൾ ചെയ്ത് അത്രയും കൂടുതൽ പുണ്യം ഞാൻ ആർജിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ യാഗം ചെയ്യണ സമയത്ത് ദാനം തൊട്ടുള്ള അനവധി സൽക്കർമ്മങ്ങൾ ഈ യജമാനൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിലിപ്പോൾ ഉപവാസം തൊട്ടുള്ള ആഹാരവർജ്യം, ശരീര ശോഷിപ്പിക്കൽ ഉൾപ്പെടെ ബ്രഹ്മചര്യം തൊട്ടുള്ള പലതുമുണ്ട്. ദാന, ഉപവാസ, വ്രത, ജപ, അങ്ങനെ അനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതിന് മുന്നേ കടങ്ങൾ 5 വീട്ടിയതിൻ്റെ ശേഷമാണ് ഇത് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു യാഗം ചെയ്യുമ്പോൾ അനവധി പുണ്യം കിട്ടുക യജമാനന്. നമ്മൾ യാഗം എന്ന് പറയുമ്പോൾ ഇന്ന് വലിയൊരു പന്തലും അനവധി ആൾക്കാരും അതേപോലെ വലിയ ഘോഷങ്ങളും വലിയ പരസ്യങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ യാഗത്തിൻ്റെ ഒരു ചിത്രം. യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. യാഗത്തിന് വേണ്ടത് ഈശ്വരപ്രീതിയാണ്. ആ ഈശ്വരപ്രീതിക്ക് വേണ്ടത് ആദ്യം ശരീരശുദ്ധിയും ദേഹശുദ്ധിയും സ്ഥലശുദ്ധിയും അതേപോലെ ദ്രവ്യശുദ്ധിയും സംഘശുദ്ധിയും, പിന്നെ ഈ മഹാഋഷിമാരെ, ഗുരുക്കന്മാരെ, അവരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ വളരെയധികം മനസ്സിരുത്തണം എന്നൊക്കെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിമി മഹാരാജാവ് യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് വസിഷ്ഠനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വസിഷ്ഠൻ സ്വർഗത്തിലേക്ക് പോയി. ഇതേ വസിഷ്ഠനാ തിരിച്ചു വന്നപ്പോഴേക്കും ഗൗതമനെ കൊണ്ട് യാഗം മുഴുവിച്ചു എന്ന് പറഞ്ഞു. വസിഷ്ഠന് ശുണ്ഠി വന്നു, ശരീരം വീണുപോട്ടെ എന്ന് പറഞ്ഞു. ആ നിമിക്ക് അത് സമ്മതമായില്ല. കാരണം ഞാൻ ഈശ്വരൻ്റെ പ്രീതിക്കനുസരിച്ച് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിൽ ഗുരു ഇങ്ങനെ ശപിക്കുന്നത് ശരിയല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല വെച്ചാൽ അങ്ങയുടെ ദേഹവും വീഴട്ടെ എന്ന് പറഞ്ഞു.
അപ്പോൾ വസിഷ്ഠൻ്റെ ദേഹം പോയി. വസിഷ്ഠൻ ബ്രഹ്മാവിനോട് പറഞ്ഞിട്ട് തൻ്റെ അച്ഛനാണല്ലോ, അതേപോലെ തന്നെ വീണ്ടും ശരീരത്തെ സ്വീകരിച്ചപ്പോൾ ദേവന്മാരൊക്കെ പറഞ്ഞു അങ്ങേക്കും അത് തരാം, അപ്പം അത് വേണ്ട, ഈ കണ്ണിമയിൽ ഇരിക്കാനാണ് പിന്നെ നിയോഗം ഉണ്ടായത്, പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കൽപ്പം മുഴുവൻ വേണം, സംസാരം തീർന്നില്ല, പക്ഷേ ഈ കർമ്മം അദ്ദേഹത്തിനെ ബാധിക്കില്ല, മുക്തിയാണ്, ഈ കൽപ്പം കഴിഞ്ഞാൽ മുക്തിയാണ്. അപ്പോൾ അടുത്ത കൽപ്പത്തിൽ ഈ കണ്ണിമയ്ക്ക് ഈ ദോഷം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നർത്ഥം. ആവർത്തനം വന്നാലേ അപ്പോൾ ഈ ജീവനല്ല മറ്റൊരു ജീവനാവും ഉണ്ടാവാന്ന് സാരം. അതാണ് വ്യത്യാസമുണ്ട്, കർമ്മത്തിന് ഫലമുണ്ട്. പുരാണത്തെ നല്ലോണം മനസ്സിലാക്കിയാൽ മാത്രമേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ദശരഥൻ പറയാണ്, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പുണ്യമൊക്കെ ആർജിച്ചിട്ടുണ്ട്, എനിക്കിനി പണ്ടത്തെ പോലെ ഭോഗങ്ങളെ അനുഭവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിനക്ക് യൗവനമാണ്, ഇനി അതെല്ലാം നീ എടുത്തോളൂ. രാമൻ്റെ വിശേഷ ഗുണങ്ങൾ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു. രാമൻ ചക്രവർത്തിയാവുന്നത് ഈ സുഖിക്കാനും ഭോഗിക്കാനും അല്ല. ഏകപത്നി വ്രതധരനായിട്ടുള്ള ആ ഭഗവാൻ പത്നി നഷ്ടപ്പെട്ടതിന് ശേഷം സ്വർണ്ണ സീതയെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. മറ്റ് രാജാക്കന്മാരെ പോലെ അന്തഃപുരത്തിൽ നിറച്ച സ്ത്രീകൾ ഇല്ല. രാമനും ഇല്ല, ലക്ഷ്മണനും ഇല്ല, ഭരതനും ഇല്ല, ശത്രുഘ്നനും ഇല്ല. പല രാജാക്കന്മാർക്കും ഇപ്പോൾ ധൃതരാഷ്ട്രരുടെയോ ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോൾ വേറെ ഭാര്യമാരിൽ കുറേ കുട്ടികളുണ്ട്, പാണ്ഡവർക്കുണ്ട്. അത് കാട്ടിലായാലും വേണ്ടില്ല, നാട്ടിലായാലും വേണ്ടില്ല. അതുപോലെയല്ല രാമൻ. അപ്പോൾ ഇവിടെ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇതാണ്: എത്രത്തോളം ജീവനെ ശുദ്ധമാക്കാൻ സാധിക്കുമോ അത്രത്തോളം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അങ്ങയാൽ ചെയ്യേണ്ട പ്രവൃത്തികളെ അങ്ങ് ചെയ്തോളൂ. മകനോടാ പറയണത്. ഈശ്വരൻ എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് തന്നെയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത് സാരം. അറിയില്ല എന്ന് നടിക്കണമെന്നേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവർക്കും ഇതേപോലെ ഈ മുക്തിക്ക് അർഹത നേടിക്കൊടുക്കാൻ രാമനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കല്ല, ഭാവിയിൽ രാമനെക്കുറിച്ച് ആരാണോ ചിന്തിക്കുന്നത് അവർക്ക് പോലും ഇതാണ്. അത് രാമായണം, ഇപ്പോൾ നമ്മൾ രാമായണം ഇങ്ങനെ കേമായിട്ട് വായിക്കണമൊക്കെ ഉണ്ട്. നല്ല നല്ല ബുദ്ധിമുട്ടാണ് രാമായണം വായിക്കാൻ. ഭക്തിയാ ഭാഗവതം ജ്ഞേയം, ഭക്തിയാ യുക്തിയാച്ച ഭാരതം, ഭക്തിയാ യുക്തിയാ വിഭക്തിയാച്ച രാമായണം സ്മൃതെന്ന അത്രയ്ക്കുണ്ട്. രാമായണം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം വായിക്കുന്നത് കേൾക്കാറുമുണ്ട്. എനിക്കൊക്കെ രാമായണം അറിയുകയും ചെയ്യാം. ഞെരുക്കാണ്. രാമായണം എഴുതിയ ഞാനാണ്. എനിക്കിപ്പോഴും രാമായണം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. കഥ ഇപ്പോൾ വാച്യാർത്ഥത്തിലുള്ള കഥകൾ നമുക്കൊക്കെ മനസ്സിലാവും, അതില്ല എന്ന് പറയണില്ലേ. പക്ഷെ അതല്ല രാമായണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഭഗവാനായിട്ടുള്ള ഈ രാമനോട് പറയാണ്, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് പ്രിയപ്പെട്ടവനായിട്ട് പുരുഷോത്തമനായിട്ടുള്ള അങ്ങയെ പുത്രനായിട്ട് ലഭിച്ചു. അപ്പോൾ ദാനം കൊണ്ട് ചെയ്തതായിട്ടുള്ള പുണ്യത്താൽ അധീതമായിട്ടുള്ള ആ ലഭ്യത്തിൽ ഒന്നാണ് പുത്രൻ. അതേപോലെ തന്നെ വിദ്യ കിട്ടിയിട്ടുണ്ട്, ധനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റേത് സ്വന്തം എന്ന നിലയ്ക്ക് പലതും ഞാൻ തേജസ്സോട് കൂടിയിട്ട് ഓജസ്സോട് കൂടിയിട്ട് അനുഭവിച്ചിട്ടുണ്ട്. യാഗം ചെയ്യുമ്പോൾ അതാണ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഈശ്വരനെ തന്നെ പുത്രനായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ ഇഷ്ടാദികൾ ചെയ്തത്, ഇഷ്ടാപൂർത്തങ്ങൾ, ഇഷ്ടി എന്നുള്ളത് ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത്, പൂർത്തം എന്നുള്ളത് ജീവജാലങ്ങൾക്ക് ഹിതമായിട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തത് എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. ഈ ദാനധർമാദികൾ ചെയ്യുന്ന സമയത്ത് ധാരാളമായിട്ട് പുണ്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് എല്ലാ കടങ്ങളും എനിക്ക് തീർക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ദേവന്മാർ, ഋഷികൾ, ബ്രാഹ്മണർ, പിതൃക്കൾ, തിര്യഗ്ജാതി, സസ്യജാലം ഇതൊക്കെ വീട്ടാൻ സാധിച്ചു.
ജീവൻ്റെ കടം വീട്ടലാണ്. അപ്പം ഇനി എനിക്കൊന്നും വേണ്ട. ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി മുക്തി കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ പിന്തുടർച്ച അവകാശിയായിട്ട് രാമനെ പട്ടാഭിഷേകം നടത്തിയിട്ട് കർത്തവ്യങ്ങളെ ഏൽപ്പിക്കുക. അപ്പോൾ അതിന് അങ്ങ് സഹകരിക്കണം, അനുവദിക്കണം. മകനോട് പറയാണ്. സാധാരണ പ്രായപൂർത്തിയായിട്ടുള്ള മകൻ, അച്ഛാ ഇനി ഞാൻ രാജ്യം ഭരിച്ചോളാം കേട്ടോ, അച്ഛൻ വിശ്രമിച്ചോളൂ, കൂട്ടാക്കിയില്ല അച്ഛാ ജയിലിൽ കൊണ്ടിടും. അതാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്. ആ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ വിനയഭാവം നമുക്ക് കിട്ടില്ല. അതിനെ നമ്മൾ നിർബന്ധമായിട്ടും കരിക്കുലത്തിൽ പഠിക്കണം. അതൊരു തെറ്റായ സന്ദേശം, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ രാമനെ അങ്ങനെയല്ല, രാമനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ അച്ഛനെയോ മുത്തച്ഛനെയോ അതല്ലെങ്കിൽ ഗുരുക്കന്മാരെയോ നിന്ദിക്കുന്നവരുടെ ചരിത്രം പഠിക്കാതെ കണ്ട് അവരെ ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും പുത്രനെ പോലും ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ദശരഥനെ പോലെയുള്ള മഹാത്മാക്കളുടെ സ്വഭാവത്തെ പഠിക്കുകയും ചെയ്താൽ നമ്മൾ ഒരിക്കലും ഇതേപോലെ ഈ സ്വന്തം വീര്യത്തിനോ അതല്ലെങ്കിൽ ഈ വീര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ലഹരികൾ ഉപയോഗിക്കുമല്ലോ, അതിനൊന്നും അടിമയാവില്ല. അപ്പോൾ സ്ത്രീകളെ ശുശ്രൂഷിക്കും, കുട്ടികളെ ശുശ്രൂഷിക്കും. എന്താണ് ഭാഗവതം, എന്താണ് ഭഗവത് തത്വം, എന്താണ് ഇതിഹാസം, എന്താണ് ഉപനിഷത്ത്, എന്താണ് ശാസ്ത്രം, എന്താണ് പുരാണം, ഇനി പൂജ, വ്രതാദികൾ, യാഗ, അനുഷ്ഠാന ആചാരങ്ങൾ, ഇതൊക്കെ നല്ലോണം പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും പുരാണങ്ങളെ പഠിക്കൂ. ഒരധ്യായം രാമായണമായാലും ഇതിഹാസം തന്നെ രാമായണത്തിൽ പറയുന്നുണ്ട്, രാമായണം പുരാണമാണ് എന്ന്. പുരാണത്തേക്കാൾ കൂടുതൽ ഇതൊരു ഇതിഹാസവും കൂടിയാണ് എന്ന് കൂട്ടിച്ചേർത്തതാണ്. ഇപ്പം രാമായണം പുരാണം തന്നെയാണ്. രാമായണത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, വ്യാസന്റെ വാക്ക, മഹാദേവനെ കൊണ്ടാണ് പറയിക്കണത്. അപ്പോൾ ഈ സുഖത്തെ ഞാൻ എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ടാണ് അനുഭവിച്ചത്, ഇനി നീയാണത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇനി കാലതാമസം പാടില്ല. അപ്പോൾ നാളെ നിന്റെ പട്ടാഭിഷേകം, ഇതാണ് പറഞ്ഞു വെച്ചത്. ദശരഥ രാജാവ് ശ്രീരാമനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ ചില ദുസ്വപ്നങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇടിവെട്ടോട് കൂടിയിട്ട കൊള്ളിമീൻ, ഉൽക്കാപാതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അശുഭ ലക്ഷണമാണ്, ദുർനിമിത്ത. അപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള ചില ദുസ്വപ്നങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ജ്യോത്സ്യന്മാർ പറയുന്നത് സൂര്യൻ, ചൊവ്വ, രാഹു, ഈ ഗ്രഹങ്ങളുടെയൊക്കെ ബാധയുണ്ട്. ഇത്തരം ദുർലക്ഷണങ്ങൾ കാണിക്കുന്നത് രാജാവിന് മരണതുല്യമായിട്ടുള്ള ആപത്തോ വരും എന്നാണ്. അപ്പം എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിൽ നിന്നും പോകുന്നതിന് മുന്നേയായിട്ട് നീ രാജാവായിട്ട് കാണണം. അത് ഞാനൊരു ഭ്രമത്തിൽ പറയുന്നതല്ല, എനിക്കൊരു ചിത്തഭ്രമമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് ദുർനിമിത്തമാണെങ്കിലും നിമിത്തം തന്നെയാണ്. അപ്പോൾ ആ നിമിത്തത്തിനെ അംഗീകരിക്കുക എന്ന ഇത് സൂചനയായിട്ട് വരാം. അപ്പോൾ ആ സൂചനയെ ഞാൻ അറിയുക തന്നെ വേണം. അതുകൊണ്ട് ആ ഉദ്ദേശ ലക്ഷ്യത്തെ അതിനെ നന്നായിട്ട് കണക്കാക്കണം. അങ്ങനെ നന്നായിട്ട് കണക്കാക്കിക്കൊണ്ട് അങ്ങ് ഞാൻ പറഞ്ഞ കാര്യത്തിനെ സ്വീകരിക്കണം. ഇന്ന് ചന്ദ്രൻ പുണർദം നക്ഷത്രത്തിലാണ്. ഇനി പുണർദം കഴിഞ്ഞ് പൂയത്തിലേക്ക് കടക്കുന്ന ആ ദിവസം വളരെ നല്ലതാണ് എന്ന് ജ്യോത്സ്യന്മാർ പറയണം. അതുകൊണ്ട് നാളെ തന്നെ അഭിഷേകം നടത്തണം. എനിക്ക് കുറച്ചധികം ഒരു വേഗം വേണം എന്നുള്ളൊരു തിടുക്കം വരണം. അപ്പം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത്
ശുഭപര്യവസായിയായിട്ട് നടക്കണമെങ്കിൽ രാമൻ്റെയും കൂടി അനുവാദം വേണം. അപ്പം അതുകൊണ്ട് ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ സീതയോട് കൂടിയിട്ട് ഉപവാസാദികളെ അനുഷ്ഠിക്കണം, വ്രതം പാലിക്കണം, ദർഭയിലേ കിടക്കാവൂ. കോസറി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതിലൊന്നും പാടില്ല. മണ്ണിൽ കിടക്കണം എന്നാണ്. അപ്പോൾ മണ്ണിൽ കിടക്കാൻ പാടില്ല, മണ്ണിൽ ദർഭ വിരിച്ച് അങ്ങനെയാണ് കിടക്കുക. കാരണം ഈ ദേഹവും ഈശ്വരനാണ്. അതുകൊണ്ടാണ് ചക്രവർത്തിയുടെ ദേഹം എന്ന് പറയുമ്പോൾ അതിൽ ഈശ്വരൻ നേരിട്ടുണ്ട്. ദേവസ്വരൂപിയാണ് ക്ഷത്രിയൻ, വേദസ്വരൂപിയാണ് ബ്രാഹ്മണൻ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നിലത്ത് കിടക്കാൻ പാടില്ല, മണ്ണിൽ കിടക്കണം എന്ന് പറയുകയും ചെയ്യും. ദർഭ വിരിച്ചിട്ടേ കിടക്കാനും പാടും. ശവശരീരം പോലും ദർഭ വിരിച്ചിട്ട് അതിലാണ് കിടത്തുക. അത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ നിൻ്റെ വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കൾ നിനക്ക് കാവൽക്കാരായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സവും വരാത്ത രീതിയിൽ ഉണ്ടാവണം. ചെറിയൊരു തടസ്സമുള്ളത് ഭരതൻ ഇപ്പോൾ കൊട്ടാരത്തിലില്ല. ആ കാലം അശുഭമാണോ എന്ന് തെറ്റിദ്ധരിക്കുകയേ വേണ്ട. ഭരതൻ ഇല്ലെങ്കിലും ഭരതൻ നിന്നെ അനുകൂലിക്കുന്നവനായതുകൊണ്ട് പിന്നെ അർഹതയുണ്ട്. മൂത്തയാൾ എന്ന നിലയ്ക്ക് രാമനാണ് അർഹത. അപ്പം അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. പിന്നെ ചെറിയ ഒരു വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദശരഥൻ രാമനോട് പറയുകയാണ്. രാമൻ അറിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ അറിഞ്ഞു എന്ന് നടിച്ചിട്ടില്ല. വിഷയം എത്രയേ ഉള്ളൂ. 2 കല്യാണം ദശരഥൻ ആദ്യം കഴിച്ചു. 2 കല്യാണത്തിനും കുട്ടികളില്ല. സന്താനമുണ്ടാവാൻ വേണ്ടിയിട്ട് 3ാമത്തെ കല്യാണം എന്ന് നിശ്ചയിച്ചു. അത് കൈകേയി രാജ്യത്തു നിന്ന് കൈകേയിയെ കൊണ്ടുവരുന്ന സമയം. അപ്പോൾ ഒരു ഭംഗിവാക്ക് എന്ന നിലയ്ക്ക് എനിക്കെന്തായാലും ഈ 2 കുട്ടികളുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇനി കുട്ടികളുണ്ടാവാൻ നിന്നിലാണല്ലോ. അപ്പോൾ നിനക്കുണ്ടാവണ പുത്രനെ ഞാൻ രാജാവാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പണ്ടുണ്ട് ഇതേപോലെയുള്ള വീക്ക്നെസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു വീക്ക്നെസ്സിന് പറ്റിയില്ല, അല്ലാതെ പറ്റിച്ചല്ല. എന്തായാലും ആ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് അപ്പം അതിനെ മറച്ചു വെച്ചു. എൻ്റെ അനുജൻ ഭരതൻ സദ്വൃത്തനാണ്. ജ്യേഷ്ഠനെ അനുകൂലിക്കുന്നവൻ, ജ്യേഷ്ഠനെ അനുസരിക്കുന്നവൻ, അനുകരിക്കുന്നവൻ, ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ ഒരു പിന്നിൽ നിൽക്കുന്ന, താങ്ങായിട്ട് നിൽക്കുന്ന, സഹായിയാവുന്ന ആ ഒരു ഭാവമാണ് ഭരതനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കാനില്ല. ധർമാത്മാവാണ്, ജിതേന്ദ്രിയനാണ്. എന്നാലും മനുഷ്യനല്ലേ, ചഞ്ചല ബുദ്ധിയാണല്ലോ. ധർമ്മസ്ഥിരത എത്രത്തോളം ഈ വിചാരങ്ങൾ എപ്പോഴാണ് മനസ്സ് വ്യതിചലിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ അത് എന്തിനെങ്കിലും വേണമെന്ന് വിചാരിച്ച് തോന്നിയിച്ചാൽ കീഴ്പ്പെടുത്താം മനസ്സിനെ. അപ്പോൾ ചീത്തകൾക്ക് വശപ്പെടും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല. ഏതായാലും ഇപ്പം എന്തായാലും ഭരതൻ ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് പട്ടാഭിഷേകം നടത്താനുള്ള ദിവസം നിശ്ചയിക്കുകയും ചെയ്തു. അത് നന്നായി എന്നാണ് വിചാരിച്ചോളൂ. അങ്ങനെ നീ തയ്യാറായിട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ രാമൻ അതിനെ പൊയ്ക്കൊള്ളാനും പറഞ്ഞു. രാമൻ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി അച്ഛനെ അഭിവാദ്യം ചെയ്ത് ആനുകൂല്യത്തെ അറിയിച്ചിട്ട് യാത്രയായി. അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ രാമനും കൊടുത്തു, ദശരഥനും കൊടുത്തു. അങ്ങനെ അന്തപുരത്തിലെത്തി. അവിടെ പൂജാഗ്രഹത്തിൽ പട്ടുവസ്ത്രം ധരിച്ച് പ്രാർത്ഥന ചൊല്ലിയിരിക്കുന്ന കൗസല്യാദേവിയെ ശ്രീരാമൻ കണ്ടു. അപ്പോഴേക്കും സുമിത്രയും ലക്ഷ്മണയും അതേപോലെ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അഭിഷേക വൃത്താന്തം അറിയിച്ചപ്പോൾ സീതയും അങ്ങോട്ട് എത്തപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒരു സത്സംഗമാണ് അവിടെ സംഭവിക്കുന്നത്. കൗസല്യ കണ്ണടച്ചിരുന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ വിഷ്ണുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. സുമിത്രയും ലക്ഷ്മണനും സീതയും ഒപ്പം അമ്മയ്ക്കൊപ്പം നിന്നു. പൂയം നാളിൽ മകന് ഈ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യും എന്നുള്ളത് മഹാവിഷ്ണുവിനെ പ്രാണായാമാദി ശുദ്ധി വരുത്തിയതിൻ്റെ ശേഷം പറഞ്ഞ് അതിന് തടസ്സമൊന്നും വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആ അമ്മയുടെ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള കൂട്ടുകാരും, എന്നുവെച്ചാൽ അവരൊക്കെ കൂട്ടുകാരാണ്. ഇത് ഭാര്യയായാലും കൂട്ടുകാരത്തിയാണ്, അനുജൻ കൂട്ടുകാരനാണ്. ഞാനത് പറഞ്ഞു, അച്ഛനെ പോലും കൂട്ടുകാരനാക്കണം എന്ന് പറഞ്ഞു. മുത്തശ്ശനെ പോലും കൂട്ടുകാരനാവാറുണ്ട്.
പക്ഷെ അച്ഛനെ കൂട്ടുകാരനാക്കൽ എളുപ്പമല്ല, ഗുരുവിനെ കൂട്ടുകാരനാക്കൽ എളുപ്പമല്ല. അതൊക്കെ വേണമെന്നാ. അത് ബഹുമാനക്കുറവ് കൊണ്ടല്ല, അത് ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഈ കൂട്ടുകാരനാക്കല്. കൂട്ടുകാരനാക്കിയാലേ ചിലത് ഫുള്ളുണ്ട് പോരുള്ളൂ. ഇതിന് ഗുരുവിന് യാതൊരുവിധ ഒബ്ജക്ഷനും ഇല്ല. ഗുരു അതിനെ അനുകൂലിക്കുകയാണ്. ഗുരുസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. എല്ലാം വേണ്ട രീതിയിൽ. കൃഷ്ണനെ ഗുരുവായിട്ടല്ലേ അർജുനൻ കണ്ടത്, സഖാവ് എന്നല്ലേ പറയാ. അതാണ്. അപ്പം അങ്ങനെ വേണം ഓരോരുത്തരും. അത് രാമായണത്തിലുണ്ട് ചില കഥാപാത്രങ്ങൾ അതേപോലെ കൂട്ടുകാരായിക്കൊണ്ട് ഗുരുവിനെ കാണുന്നത്. സമ്പാദ്യമൊക്കെ ആ ഗുരുവിനെ ബ്രാഹ്മണൻ ഒപ്പം കളിച്ച് കൊള്ളുന്ന ആളാണ്, ഗുരുവായിട്ടാണ് കണ്ടത്. അങ്ങനെ ധാരാളം. അപ്പം ഇവിടെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ രാമൻ അമ്മയോട് പറഞ്ഞു, ഈ കൂട്ടുകാരുടെ ഒപ്പം നിന്നിട്ട്, സഹോദരങ്ങളുടെ അല്ലെങ്കിൽ പത്നിയുടെ ഒപ്പം ഒക്കെ നിന്നിട്ട് എന്താ പറയുന്നത്, അമ്മേ, അച്ഛൻ എനിക്ക് രാജ്യ പരിപാലനം ചെയ്യാൻ, പ്രജകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് അഭിഷേക കർമ്മം നാളെ നടക്കും എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇന്ന് രാത്രി സീതയും ഞാനും ഉപവസിക്കും. അതേപോലെ ഉപാധ്യായന്മാർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു. നാളെ നടക്കാൻ പോകുന്ന ഈ അഭിഷേക കർമ്മത്തിൽ മംഗളാചരണങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ സീതയെ കൊണ്ടും എന്നെ കൊണ്ടും അമ്മ ചെയ്യിക്കണം. അമ്മ ചെയ്യിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അച്ഛൻ ചെയ്യിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഗുരു ചെയ്യിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നാ. അതേപോലെ തന്നെയാണ് സുഹൃത്തുക്കൾക്കും ഉണ്ട്. കൂട്ടുകാർക്കേ വേറെ കൂട്ടുകാരുണ്ടാവല്ലോ, അവർക്കും ഇത് ചില കടമകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണമെന്നാ. അപ്പം ഇങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ, എന്നെ കൊണ്ടത് ചെയ്യിക്കുമെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ കൗസല്യയ്ക്ക് വളരെയധികം സന്തോഷമായി. കണ്ണീരോട് കൂടിയിട്ട്, സന്തോഷക്കണ്ണീരോട് കൂടിയിട്ട് പറഞ്ഞു, രാമ, അങ്ങ് ദീർഘായുസ്സായിട്ടിരിക്കൂ, അനുഗ്രഹം കൊടുക്കുകയാണ്. നിനക്ക് എതിരാളികൾ ഇല്ല എന്നുള്ളത് എനിക്കറിയാമെങ്കിലും ഇനിയും അത് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ രാവണൻ ഇനി വരാൻ പോവാണ്. ഇനി അതേപോലെ തന്നെ കൈകേയി, മന്ധര ഒക്കെ എതിരാളികളാണ്. അപ്പം അത് വരാൻ ഒരു പക്ഷേ ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവാം എന്നുള്ളത് സൂചന ഉണ്ടാവുമായിരിക്കുമൊക്കെ. ഏതായാലും അങ്ങനെ പറഞ്ഞു, എതിരാളികൾ ഉണ്ടാവാതിരിക്കട്ടെ. എനിക്കും സുമിത്രയുടെയും ബന്ധുക്കളെ ഈ രാജലക്ഷ്മിയോട് കൂടിയിട്ട് നീ നന്നായിട്ട് തന്നെ ആനന്ദിപ്പിക്കണം കേട്ടോ, എല്ലാവരെയും അർത്ഥം. ഇപ്പം നല്ല നാളിലാണ്, എൻ്റെ മകനായിട്ട് പുണർന്ന നാളിലാണ് നീ ജനിച്ചിരിക്കുന്നത്. നിന്റെ ഗുണഗണങ്ങൾ കൊണ്ട് മഹാരാജാവ് മറ്റുള്ളവരാൽ പൂജിതരായി പുത്രലബ്ധി കൊണ്ട്, നിന്നെ പോലെയുള്ള ഒരു പുത്രനെ കിട്ടിയതുകൊണ്ട് ഇക്ഷ്വാകു വംശം രാജ്യത്തെ ശ്രീയോട് കൂടിയിട്ട് അനുഭവിക്കുന്നു എന്ന് എല്ലാവരും അനുമോദിക്കുന്നു. അപ്പോൾ പരമ്പര അനുഗ്രഹിച്ചിട്ടുണ്ട്, പൂർവികർ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർ ചെയ്തതായിട്ടുള്ള ആ കർമ്മഫലങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങളുടെ ഈ ഫലങ്ങൾ ഇതാ ഇപ്പോൾ നമുക്കും അനുകൂലമായിരിക്കുന്നു. നമ്മ ഇങ്ങനെയൊക്കെ രാമനെ വംശത്തിൻ്റെ പ്രത്യേകതയും പുണ്യവും പ്രാഗൽഭ്യവും അതേപോലെ ഈ രാജാക്കന്മാർ പുത്രന്മാരെ പോലെ കണ്ടിട്ട് വേണമല്ലോ പ്രജകളെ സ്നേഹിക്കാൻ, പരിപാലിക്കാൻ. അപ്പോൾ ആ കാര്യങ്ങളെയൊക്കെ ഒന്ന് നല്ലോണം പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്തത്. അപ്പോൾ ലക്ഷ്മണനോട് പറയാണ്, ഈ ഭൂമിയെ എന്നോട് കൂടിയിട്ട് പരിപാലിക്കുക. ഈ രാജലക്ഷ്മി എൻ്റെ മറ്റൊരു അന്തരാത്മാവായിട്ടുള്ള നിനക്കും തുല്യമായിട്ട് അധീനയാണ്. ലക്ഷ്മണേമാം മയാ സാർദ്ധം പ്രസാധിത്വം വസുന്ധരാം ദ്വിതീയം മേ അന്തരാത്മാനം ത്വാമിയം ശ്രീരുപസ്ഥിത സൗമിത്രേ ഭുങ്ക്ഷഭോഗാംസ്ത്വം ഇഷ്ടാൻ രാജ്യഫലാനി ച ജീവിതം ചാപി രാജ്യം ച ത്വദർത്ഥമഭികാമയേ ഇത്യുക്ത്വാ ലക്ഷ്മണം രാമോ മാതരൗ അഭിവാദ്യ ച അഭ്യനുജ്ഞാപ്യ സീതാം ച യയൗ സ്വം ച നിവേശനം. അപ്പോൾ ലക്ഷ്മണനോട് എപ്പോഴും ഈ രാമൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ലക്ഷ്മണൻ. രാമൻ എങ്ങനെയൊക്കെയാണോ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നത് അതേപോലെ തന്നെ ലക്ഷ്മണ സുഖിച്ചോളും. ഉത്തരവാദിത്വമൊക്കെ രാമനാ, നീ സുഖത്തെ മാത്രം അനുഭവിക്കൂ. രാമൻ്റെ അമ്മയാണ് പറയണത്. അപ്പോൾ സുമിത്രാപുത്രനായിട്ടുള്ള ഈ ലക്ഷ്മണനും അതേപോലെ തന്നെ ലക്ഷ്മണൻ്റെ പത്നി ഊർമിളയും എല്ലാവരും ഒരേപോലെ തന്നെ സുഖിച്ചോളും.
സഹായം നീ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, പറയേണ്ട ആവശ്യമില്ല. അതേപോലെ ജീവനെ സന്തോഷിപ്പിക്കുക, അത് ദേഹത്തിൻ്റെ സന്തോഷത്തോട് കൂടിയിട്ടാവുമ്പോൾ, രണ്ടും തുല്യതാഭാവം വരുമ്പോൾ ഈ ജീവിതം ഇനി വേണ്ട, വേറൊരു ജന്മം വേണ്ട എന്ന രീതിയിൽ കടങ്ങൾ മുഴുവൻ തീർക്കാൻ സാധിക്കും, പ്രാരബ്ധത്തെ മുഴുവൻ തീർക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഉദ്ദേശ്യം കൂടിയും ഈ സുഖഭോഗ അനുഭവത്തിനുണ്ട്. അതുകൊണ്ട് അത് സുഖിക്കണം. പിന്നെ ഈ രാജ്യം നിനക്കും വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രാമൻ ഭരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എല്ലാവിധ ഈ സത്ഫലങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ നീ എടുത്തോളൂ. എല്ലാ ഭോഗങ്ങളെയും അനുഭവിച്ചോളൂ. ഈ രാമൻ അമ്മ എപ്രകാരത്തിലാണോ ലക്ഷ്മണനെ അനുഗ്രഹിച്ചത്, അതേപോലെ തന്നെ രാമനും ലക്ഷ്മണനെ ഇതേ വാക്കുകളെ കൊണ്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, രാമൻ പറയുകയാണ്, അമ്മമാരെ രണ്ടുപേരെയും നമസ്കരിച്ചതിൻ്റെ ശേഷം, സീതയ്ക്ക് പോകുവാനുള്ള അനുവാദം കൊടുത്തതിൻ്റെ ശേഷം രാമൻ സ്വന്തം ഗൃഹത്തിലേക്ക്, സാകേതത്തിലേക്ക് പോയി എന്നാണ്. അവിടെ എല്ലാവർക്കും ഒരേ അഭിപ്രായം. എന്താ ഒരേ അഭിപ്രായം? അമ്മ പറഞ്ഞു. അത് മറ്റേ സുമിത്ര ആയാലും ശരി, കൈകേയി അപ്പോൾ അവിടെ ഇല്ല, ഈ ചിത്രത്തിൽ കൈകേയിയെ കാണാനില്ല. സുമിത്ര ആയാലും ശരി, ലക്ഷ്മണനായാലും ശരി, ഈ ഊർമിളയായാലും ശരി, സീതയായാലും ശരി, എല്ലാവരും രാമനും കൗസല്യം ഒരേപോലെ കൊടുക്കാമെന്ന് പറഞ്ഞത് എടുക്കാമെന്നും, അതേപോലെ തന്നെ ഈ എടുക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, രാമന് വേണ്ടിയിട്ടും കൗസല്യയ്ക്കും വേണ്ടിയിട്ടാണ്. അതായത് ഒരു അതിഥിയെ വിളിച്ചിട്ട് ചോറ് വിളമ്പി കൊടുക്കുകയാണ് നമ്മൾ. മൃഷ്ടാന്ന ഭോജനം കൊടുക്കണം എന്നതാണ് നിയമം. അപ്പോൾ ഈ വന്ന അതിഥി ഊണ് കഴിക്കുമ്പോൾ നല്ലോണം സന്തോഷത്തോടു കൂടിയിട്ട് ആഹരിച്ചു, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു എന്ന് കൂട്ടുക. ഉപരിദക്ഷിണയൊക്കെ കിട്ടിയപ്പോൾ ധാരാളം പൈസയും കിട്ടി, വയറും നിറഞ്ഞു, സാത്വികമായിട്ടുള്ള ഭക്ഷണമാണ്, വയറിന് കേടില്ല, വായയ്ക്ക് കേടില്ല, മദ്യപം ചെയ്തു, നല്ലോണം സമൃദ്ധമായി, പൈസയും കുറേ കിട്ടി, പിന്നെ നല്ല ബഹുമാനവും. അപ്പോൾ എല്ലാം അംഗീകാരമാണ്. ഈ സന്തോഷം മുഴുവൻ നമ്മളറിയാതെ കണ്ട് ഈ ആതിഥേയർക്ക് കൊടുക്കും. അത് നമ്മളറിയാതെ കണ്ട് കൊടുക്കുകയാണ്, ഭഗവാൻ അത് കൊടുപ്പിക്കും. ആ സന്തോഷമാണ് ഇവിടെ പാപങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു ഭാവം. അപ്പോൾ അതിഥിയായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഈ ഊണ് കഴിക്കൽ എങ്ങനെ വേണം? ഈ ആതിഥേയൻ്റെ പാപങ്ങളെ മുഴുവൻ തീർത്തു കൊടുക്കണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് അവർ തരുന്നതിനെ ഇഷ്ടം എന്ന നിലയ്ക്ക് സ്വീകരിക്കണമെന്ന. അപ്പോൾ അത് പൂർത്തം എന്ന നിലയ്ക്കല്ല, ഇഷ്ടം എന്ന നിലയ്ക്ക്, ഭഗവത് അർപ്പണം എന്ന നിലയ്ക്ക് സ്വീകരിക്കണം എന്നാണ്. ഞാൻ ഭഗവാനായിട്ട് സ്വീകരിക്കണം. ശ്രാദ്ധത്തിനൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, പിതൃക്കൾ എങ്ങനെ സന്തോഷിക്കണം. ഈ ബ്രാഹ്മണൻ ഊണ് കഴിക്കുമ്പോൾ എങ്ങനെയാണോ മനസ്സ് സന്തോഷിക്കുന്നത്, അതേപോലെ ശ്രാദ്ധത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം മനസ്സിലാവും. ഈ വിളമ്പണ ആൾക്ക് ലെവലേശം അറിയില്ല. അത് ആരായാലും ശരി, പുരോഹിതന്മാരും പോലും വൈദ്യന്മാർ പോലും അറിയാത്തവരാണ്. പിണ്ടകർത്താക്കൾക്കൊക്കെ ഒട്ടും അറിയില്ല. അവിടെ വ്യസനുണ്ട്, ദുഃഖമുണ്ട് എന്നൊക്കെയാണ് പറയുക, അതൊക്കെ വേറെ വിഷയമാണ്. എന്നാലും ഒട്ടും അറിയാതെ കണ്ട് ചെയ്യുന്ന കേമന്മാരാണ് നടിക്കുന്നവർ, അവിടെ ആ സങ്കടം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അറിയാത്തവരാണെങ്കിൽ കുഴപ്പമില്ല. അറിയുന്നവർ എനിക്കൊക്കെ അറിയാം, ഞാൻ ഇതൊക്കെ ചെയ്യിക്കണ ആളാ എന്നൊക്കെ ഈ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് ചെയ്യുന്നവർക്ക്, ഈ വന്ന ഊണ് കഴിക്കണ ആൾക്ക് മനസ്സിന് സന്തോഷമാവണം എന്ന് വിചാരിച്ച് കൊടുക്കുന്നവരില്ല. എവിടെയെങ്കിലും ഉണ്ടോ നിശ്ചല്? ഹായ്, പലതുണ്ട്. ഊണ് കഴിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ചടങ്ങൊക്കെയാണ് വെച്ചാൽ, ഒരു ചാത്തത്തിനാച്ച വിഷയമില്ല, ചില കാര്യങ്ങളൊക്കെ ഊണ് കഴിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇരട്ടി പണം കൊടുക്കണം, ഇങ്ങനെയൊക്കെ നിയമമുണ്ട്. അതുപോലും കൊടുക്കാത്തവരാ മിടുക്കന്മാർ, ഇന്നത്തെ കേമന്മാർ. കേമന്മാരല്ലാത്തവരങ്ങനെയല്ല, ഇരട്ടി പണം തരികയും ചെയ്യും. ഇതൊക്കെ അനുഭവം കൊണ്ട് പറയാട്ടോ, അല്ലാണ്ട് വെറുതെ പറയല്ല.
അപ്പോൾ നടിക്കുന്നവരെ ബഹുമാനം കുറഞ്ഞു കുറഞ്ഞു വരിക, നടിക്കാത്തവരോട് ബഹുമാനം കൂടിക്കൂടി വരിക. കാരണം അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണ്. അറിവില്ലാഞ്ഞിട്ടും അവർ അതിന് ഈ റിട്ടേൺ വരിക. അപ്പോൾ അത് റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കണു എന്നുള്ളതാണ്. അവർക്ക് അറിവില്ല. പക്ഷേ അറിയുന്നവരങ്ങനെയല്ല, ധാർഷ്ട്യം കൊണ്ട് അവിടെയാണ്. ദുർവാസാവിനോട് ഭഗവാൻ പറഞ്ഞ് വെറുതെ അല്ല, വിദ്യ വിനയസമ്പന്ന. അതെന്തുകൊണ്ട് ഈ അംബരീഷൻ്റെ അടുത്ത് കാണിച്ചില്ല ദുർവാസാവെ? അപ്പോൾ ദുർവാസാവ് ഈ അംബരീഷൻ്റെ സ്തുതി കേട്ട് പിൻവാങ്ങിയതായിട്ടുള്ള സുദർശന ചക്രത്തിൻ്റെ ആ ചൂട് ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അംബരീഷൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഭഗവാനാൽ സ്വീകരിക്കപ്പെട്ടുകൊണ്ട് അംബരീഷനിൽ പ്രീതനായി, അതുകൊണ്ടാണ് സുദർശനം പിൻവാങ്ങിയത് എന്ന ആ നാലാമത്തെ സമർപ്പണ ഭാവം അത് പറഞ്ഞപ്പോഴാണ് ആ സുദർശനചക്രം പിൻവാങ്ങിയത്. ഇതിനെയാണ് ദുർവാസാവ് പറഞ്ഞത്, എൻ്റെ പ്രവൃത്തികൾ ഭഗവാൻ അത്ര സമ്മതമായിട്ടില്ല, പക്ഷേ അംബരീഷൻ്റെ പ്രവൃത്തികൾ ഭഗവാന് സമ്മതമായിട്ടുണ്ട്, പ്രീതനാണ് ഭഗവാൻ. നിങ്ങളും അതേപോലെ അംബരീഷനെ പോലെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കർമ്മത്തെ ചെയ്യൂ. വളരെ ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ. കഥകളൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഭാഗവത തത്വം എന്നുള്ളത് അതാണ്. ഇവിടെ കൗസല്യയും ശ്രീരാമനും ഒരേപോലെ കൊടുക്കുന്നു. അത് ഈ ലക്ഷ്മണനായാലും ഊർമിളയായാലും സ്വീകരിക്കുന്നു, സുമിത്രയായാലും സ്വീകരിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ട്? രാമനും കൗസല്യയ്ക്കും സന്തോഷം ഉണ്ടാവാൻ. അതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ആവണം. അതങ്ങനെ ആവണം വെച്ചാൽ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്. ഭാഗവത തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. മാഹാത്മ്യത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഭാഗവതം എന്നത് അതിൻ്റെ മഹിമ എന്ത് എന്നുള്ളത് ഈ തത്വസ്വീകാരമാണ്. ഭാഗവതത്തിൽ ഭഗവാനും ഉണ്ട്, ഭാഗവത തത്വമുണ്ട്. ഭഗവാനെ ധ്യാനം ചെയ്യുമ്പോൾ ഭഗവാനെ മാത്രമേ കിട്ടുള്ളൂ. രാമായണം വായിക്കുമ്പോൾ ഇതിൽ രാമനുണ്ട്, സീതയുണ്ട്. രാമന് സീതയ്ക്ക് ഈ പൂജ ചെയ്യുന്ന സമയത്ത് രാമനെയും സീതയും മാത്രമേ കിട്ടുള്ളൂ. രാമായണ തത്വം, ഭാഗവത തത്വം ഇത് വായിക്കുമ്പോൾ കിട്ടും. അതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളാൻ എല്ലാവരും ആ ഒരു മാനസികാവസ്ഥയിൽ എത്തണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളെ സ്വീകരിക്കണം, ഷെയർ ചെയ്യണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ അയോധ്യാകാന്ഡത്തിൽ 4-ാമത്തെ സർഗത്തിൽ 45-ാമത്തെ ശ്ലോകം കൂടി വായിച്ചു. ഇനി നാളെ 5-ാമത്തെ സർഗം പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ, സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ശ്രീ സീതാരാമേന്ദ്രന്മാരെ ശരണം. ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ.